ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത് എന്നൊരു ചോദ്യമാണ്. ഇയ്യോബ് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും ഒരുപോലെയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ പിന്നിലെ കാരണം, എന്നെ കാണുന്നവരൊക്കെയും ഞാൻ പാപിയാണെന്നും ഞാൻ അകൃത്യം ചെയ്തിരിക്കുന്നു എന്നും ഞാൻ ദൈവത്തിങ്കൽ നിന്ന് അകന്നിരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നു. എന്നാൽ എൻ്റെ സൃഷ്ടിതാവായ ദൈവവും അതേ തലത്തിൽ തന്നെയാണോ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ വാസ്തവമായി നാം ദൈവവചനം പരിശോധിച്ചു നോക്കുമ്പോൾ മനുഷ്യരുടെ കാഴ്ചപ്പാട് പുറമേയുള്ള കാഴ്ചപ്പാടാണ്. കാണുന്നതായ അഭിനയങ്ങൾ, ചിരിക്കുന്ന മനോഭാവവും മുഖവും കരയുന്ന മനോഭാവം, ഈ തലത്തിൽ പുറമേ കാണുന്നതൊക്കെയും കണ്ടിട്ട് അത് യാഥാർത്ഥ്യങ്ങളാകാം എന്ന് ചിന്തിച്ചു പോകുന്ന മനുഷ്യൻ. കാരണം ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെയും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും മനുഷ്യന് കഴിയാത്തതുകൊണ്ട് മനുഷ്യൻ കാണുന്ന കാഴ്ചയ്ക്കനുസരിച്ച് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം മനുഷ്യൻ കാണുന്നത് പോലെ അല്ല കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? മനുഷ്യൻ്റെ ഹൃദയം കപടവും വിഷവുമുള്ളതാണെന്നും അത് മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ലെന്നും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ കാപട്യവും വിഷവുമൊക്കെ ആരാഞ്ഞറിയാൻ കഴിവുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്നുള്ള വാക്കുകളാണ്. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ പുറമേയുള്ളത് മാത്രം കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് പുറമേയുള്ളതല്ല, അത് ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നതാണ്. ഹൃദയത്തിൻ്റെ അകത്തളത്തിലിരിക്കുന്നതിനെ മനസ്സിലാക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ നമ്മെ കാണുന്ന മനുഷ്യരായ ആളുകൾ നാം പാപികളാണെന്നോ നാം അനീതി പ്രവർത്തിക്കുന്നവരാണെന്നോ പറഞ്ഞെന്നു വരാം. നാം നീതിമാന്മാരാണെന്നോ ഭക്തരാണെന്നോ പറഞ്ഞെന്നു വരാം. പക്ഷേ അത് മനുഷ്യൻ്റെ സങ്കല്പമാണ്, അത് മനുഷ്യനിടുന്ന വിലയാണ്. എന്നാൽ ദൈവമാണ് യഥാർത്ഥമായി നമ്മെ കാണുന്നതും നമ്മുടെ ഹൃദയത്തെ നിരൂപിക്കുന്നതും
അതിനനുസരിച്ച് വിധി പറയുന്നതുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ കാഴ്ചപ്പാടിനൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കൊത്തവണ്ണം നമുക്ക് ജീവിക്കുവാൻ കഴിയേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം ശക്തി നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, മനുഷ്യൻ പുറമെയുള്ളത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവുകളെയും അറിയുന്നൊരു ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് മനസ്സിലാക്കി മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ടതിന് ദൃഷ്ടിസേവയാൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരത്തക്ക തലത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.